ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PreSuccess കോഡ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന ഡിഗ്രി അളവ് എത്ര? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന ഡിഗ്രി അളവ് എത്ര? അപ്പോൾ നമുക്കറിയാം, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി 360 ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് 12 AM മുതൽ 12 PM വരെ 12 AM മുതൽ 12 PM വരെ ആവുമ്പോൾ 360 ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വീണ്ടും 12 PM മുതൽ റൊട്ടേറ്റ് ചെയ്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ ഒരു റൊട്ടേഷനിൽ 360 ഡിഗ്രി, രണ്ടാമത്തെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത 360 ഡിഗ്രി. അപ്പോൾ ഒരു ദിവസം ആകെ തിരിയുന്ന ഡിഗ്രി അളവ് 360 പ്ലസ് 360, അതായത് 720 ഡിഗ്രി. 720 ഡിഗ്രിയാണ് അതിൻ്റെ ഉത്തരം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന ഡിഗ്രി അളവാണ് 720 ഡിഗ്രി. ഇനി അടുത്ത ചോദ്യം, 0.000064 അതിൻ്റെ വർഗ്ഗമൂലം എത്ര? സ്ക്വയർ റൂട്ട് ഓഫ് 0.000064 എത്ര? അപ്പോൾ നമുക്കറിയാം, 64ൻ്റെ വർഗ്ഗമൂലം 8 ആണ്. 64ൻ്റെ വർഗ്ഗമൂലം 8 ആണ്. എപ്പോഴും നമ്മൾ വർഗ്ഗമൂലം കാണുമ്പോൾ 4 പൂജ്യമാണുള്ളതെങ്കിൽ അതിൻ്റെ നേരെ പകുതി എണ്ണം 0 ഇട്ടാൽ മതി. അതായത് 4 പൂജ്യമാണുള്ളതെങ്കിൽ 2 പൂജ്യമാണ് ഉത്തരത്തിൽ വരേണ്ടത്. അപ്പോൾ ആൻസറിൽ 0.008 0.008 ആയിരിക്കും അതിൻ്റെ വർഗ്ഗമൂലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1.5 കിലോഗ്രാം തക്കാളിയുടെ വില 30 രൂപ. 1 കിലോഗ്രാം തക്കാളിയുടെ വില എത്ര? 1.5 കിലോഗ്രാം തക്കാളിയുടെ വില 30 രൂപയാണെങ്കിൽ 1 കിലോഗ്രാം തക്കാളിയുടെ വില എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 1.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1500 ഗ്രാമാണ്. 1.5 കിലോഗ്രാം ഈക്വൽ ടു 1500 ഗ്രാമാണ്. അതുപോലെ തന്നെ നമുക്ക് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആയിരിക്കും. 1000 ഗ്രാം. 1.5 കിലോഗ്രാം ഈക്വൽ ടു 1500 ഗ്രാം, 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. 1500 ഗ്രാമിനാണ് 30 രൂപ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 30/1500 എങ്കിൽ 1000 ഗ്രാമിൻ്റെ വില എത്രയാണ്? 30/1500 ഇൻറ്റു 1000. ഇപ്പോൾ 2 സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. 300/15 എത്രയാണ്? 300/15 20 രൂപയായിരിക്കും 1 കിലോഗ്രാം തക്കാളിയുടെ വില. 6 + 8 ഇൻറ്റു 4 + 3 ഹരണം 2 ഇൻറ്റു 7 - 3. ചോദ്യം ഒന്നുകൂടി വായിക്കാം. 6 + 8 ഇൻറ്റു 4 + 3 ഹരണം 2 ഇൻറ്റു 7 - 3. ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ബോർഡ് മാസ് ആണ് ഉപയോഗിക്കുന്നത്. ബോർഡ് മാസിൽ ബി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ ഏതെങ്കിലും ബ്രാക്കറ്റിനുള്ളിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്ലിക്കേഷൻ
ബ്രാക്കറ്റിന് പുറത്ത് വരുന്ന സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിനുശേഷമാണ് ഡിവിഷൻ വരുന്നത്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, അതിന് ശേഷം അഡീഷൻ, ഏറ്റവും അവസാനമാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ബോർഡ് മാസ് ഉപയോഗിച്ച് ഇതിൽ ബ്രാക്കറ്റിലുള്ള പദങ്ങളെന്ന് പറയുന്നത് 4 + 3, 4 + 3, 7 - 3 അപ്പോൾ അത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? 6 + 8 × 4 + 3 എത്രയാണ്? 7 / 2 × 7 - 3 എന്ന് പറയുന്നത് 4 ആണ്. 6 + 8 × 7 / 2 × 4. ഇനി അടുത്തത് എന്താണ്? ഓഫാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാനുള്ളത് 8 × 4 + 3 ആയിരുന്നു. അതിന് ശേഷമാണ് ഡിവിഷൻ വരുന്നത്. ഇപ്പോൾ 7 / 2 ആണ് കേട്ടോ. 6 + 8 × 3.5 × 4 എങ്ങനെയാണ് കിട്ടുന്നത്? 6 + 8 × 3.5 × 4. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഡി കഴിഞ്ഞ് പിന്നെ വരുന്നത് എം ആണ്. മൾട്ടിപ്ലിക്കേഷനാണ്. 6 + 8 × 3.5 ചെയ്യണം. 3.5 × 8 എന്ന് പറയുന്നത് 28 ആണ്. 28 × 4. 6 + 28 × 4. 28 × 4 ചെയ്യാം. 112 ആണ് 28 × 4 വരുന്നത്. ഈ 112ൻ്റെ കൂടെ നമുക്ക് ഈ 6 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 112 + 6 118 ആണ് ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പോൾ കണക്കിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.